യുദ്ധം എന്നത് സർവനാശമാണ്, ഒരു സംശയവുമില്ല. ഒരു യുദ്ധം കൊണ്ട് ഒരുപാട് സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളാണ് ഇല്ലായ്മപ്പെട്ടു പോകുന്നത്. ലോകത്ത് അതുകൊണ്ട് സാധാരണ ഒരു മനുഷ്യൻ യുദ്ധം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചേ? നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറി 26 മനുഷ്യരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊല്ലുക. അവര് ചെയ്ത കുറ്റം എന്താ? വിനോദയാത്ര പോയി എന്നുള്ളതല്ലേ? അതിലൊരു പെൺകുട്ടി കരഞ്ഞ് കാല് പിടിച്ച് ഭീകരവാദിയോട് പറഞ്ഞു, കൊല്ലരുത്, വെറുതെ വിട്ടേര്, കല്യാണം കഴിച്ചിട്ട് 6 ദിവസമേ ആകുന്നുള്ളൂ. ഈ രാജ്യം മുഴുവൻ കരഞ്ഞു, വിതുമ്പി, നമ്മൾ അവരെ ചേർത്ത് പിടിച്ചു. ഒരു രാജ്യത്തിന് നിലനിൽപ്പില്ലേ? പാകിസ്ഥാൻ തീവ്ര രാഷ്ട്രമാണ്, ഭീകര രാഷ്ട്രമാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞു. അവരെന്താ പറഞ്ഞേ? ഞങ്ങൾ ഒരു ഭീകരവാദിയെ വളർത്തുന്നില്ല, ഞങ്ങളല്ല. സൈന്യം വിശ്വസിച്ചു, നമ്മുടെ ഭരണാധികാരികൾ വിശ്വസിച്ചു. അവിടുത്തെ ഒരു സിവിലിയനെ ആക്രമിക്കാതെ, പട്ടാളക്കാരെ ആക്രമിക്കാതെ, രാജ്യത്തെ ആക്രമിക്കാതെ ആ ഭീകരവാദ ക്യാമ്പുകൾ തകർത്തു. ആ ഭീകരവാദികളുടെ ശവസംസ്കാരത്തിന് പാകിസ്ഥാൻ മിലിറ്ററി ഒഫീഷ്യൽസ് പോയി നിൽക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? ഇവര് തേനും പാലും ഇവന്മാരെ വളർത്തുന്നു തന്നെയല്ലേ? ഇത്തരം സാഹചര്യത്തിൽ രാജ്യം നിലനിൽക്കാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി ചില ആക്ടുകൾ ചെയ്യും. അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏതൊരു ഭാരതീയന്റെയും കടമ. അതുകൊണ്ട് ഞാൻ എന്റെ സൈന്യത്തിനൊപ്പമാണ്, എന്റെ ഭരണാധികാരികൾക്കൊപ്പമാണ്. ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പോഴല്ല ചോദിക്കുന്നത്, അതിന്റെ സമയമുണ്ട്, അപ്പൊ ചോദിക്കും. ഇപ്പോ സർവ്വ പിന്തുണയും ഈ പട്ടാളക്കാർക്ക് വേണ്ടിയാണ്, അവർക്കൊപ്പം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പഞ്ചാബിലൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട പട്ടാളക്കാരുണ്ട്. ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്, സുരക്ഷിതരാണോ? അവര് നമുക്ക് വേണ്ടി പൊരുതുകയാണ്. ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇവിടെ ഇരുന്ന് ചില ബൗദ്ധിക ജീവികൾ, ചില ബുദ്ധിജീവികൾ, നവോത്ഥാന നായകന്മാർ, CPM സഖാക്കന്മാരൊക്കെ എഴുതുന്നുണ്ട്, യുദ്ധം പാടില്ല, സമാധാനം വേണം. ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ കാരണം അനാഥമാക്കപ്പെട്ട എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്? അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ നിങ്ങൾ കൊന്നുകളഞ്ഞ എത്രയോ മനുഷ്യരുടെ ഭാര്യമാർ വിധവകളായിട്ടുണ്ട്, എത്രയോ മാതാപിതാക്കൾ മക്കളില്ലാതെ പോയിട്ടുണ്ട്. എന്തിനേറെ പാലസ്തീനും ഇസ്രായേലും യുദ്ധം ഉണ്ടാവുമ്പോൾ ആ പാലസ്തീന്റെ യുദ്ധത്തിനൊപ്പമല്ലേ നിങ്ങൾ? ഇന്ത്യ പാകിസ്ഥാനെതിരെ 2 ബോംബിട്ടാൽ നിങ്ങൾക്ക് പ്രശ്നം, പാലസ്തീൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അത് സ്വാതന്ത്ര്യ പോരാട്ടം. 4 വോട്ടിന് വേണ്ടിയാണോ CPM സഖാവെ ഈ നെറിയേട് പറയുന്നത്?